ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് താൽക്കാലികമായി അടച്ച നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ റൺവേ തുറന്നു. ഡൽഹിയിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനം നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്തു. പരിശീലന പറക്കലിനിടെ അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്റർ റൺവേയുടെ പുറത്ത് 5 മീറ്റർ അകലെയാണ് പതിച്ചത്. ഡാനി പോൾ ചേരുന്നു. ഡാനി, വലിയ പ്രശ്നങ്ങളില്ല, മറ്റു വിമാനങ്ങൾ വഴിതിരിച്ചുവിടേണ്ട സാഹചര്യം ഇല്ല എന്നറിയുന്നു. കൂടുതൽ വിവരങ്ങൾ. ധന്യ, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ പഴയ നിലയിലേക്ക് എത്തിയെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 മണിക്കൂറോളം റൺവേ അടച്ചിടുന്നു എന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷെ അതിനു മുന്നായിട്ട് തന്നെ അവിടെ ഒരുക്കങ്ങൾ പൂർത്തിയായി വിമാനം ഇറങ്ങാനുള്ള ഒരു സംവിധാനങ്ങളിലേക്കെല്ലാം മാറി. നേരത്തെ പറഞ്ഞതുപോലെ ഈ അന്താരാഷ്ട്ര റൺവേ ലൈനിൽ നിന്നും മാറിയായിരുന്നു ഹെലികോപ്റ്റർ തകർന്നു വീണത്. അതുകൊണ്ട് അവിടെ നിന്ന് വളരെ പെട്ടെന്ന് മാറ്റുവാനും മറ്റു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുവാനും എല്ലാം തന്നെ സാധിച്ചിരുന്നുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഇപ്പോൾ സാധാരണ നിലയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 12:00 കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ അവരെ പതിവ് പരിശീലന പറക്കലിന്റെ ഭാഗമായിട്ട് ഹാങ്കറിൽ നിന്ന് പുറത്തേക്ക് വരികയും പിന്നീട് പറന്നുയരുകയും ചെയ്യുമ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ റൺവേക്ക് സമീപം തകർന്നു വീണത്. അത് യന്ത്ര തകരാറാണ് എന്നാണ് ഇതിൽ പ്രാഥമികമായ ഒരു നിഗമനമുള്ളത്. ഏതാണ്ട് 1 വർഷം മുൻപാണ് ഈ ഹെലികോപ്റ്റർ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗമാകുന്നത്. 1 വർഷം മുൻപാണ്. അതുകൊണ്ട് തന്നെ പഴക്കമില്ലാതെ തന്നെ യന്ത്ര തകരാറ് എങ്ങനെ സംഭവിച്ചു എന്നത് തന്നെയാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് അധികൃതരും വലിയ രീതിയിലുള്ള ഒരു പരിശോധനയിലേക്ക് പോകുന്നത്. 3 പേര് ഇതിനകത്ത് ഉണ്ടായിരുന്നു, പരിശീലന പറക്കലിനായി ഉണ്ടായിരുന്നു. നിസ്സാര പരിക്കുകൾ മാത്രമാണ് ഇവർക്ക് ഉള്ളത്. ഒരാളെ മാത്രമാണ് ഇപ്പോൾ അങ്കമാലിയിലെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിമാനത്താവളം താൽക്കാലികമായി അടച്ചതിനെ തുടർന്ന് ഒരു അന്താരാഷ്ട്ര സർവീസിലുള്ള ഒരു വിമാനം മാത്രമേ, ഒമാൻ എയർവേസിന്റെ മസ്കറ്റ് കൊച്ചി വിമാനം മാത്രമാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വഴിതിരിച്ചു വിടേണ്ടി വന്നിട്ടുള്ളത് എന്നാണ് സിയാൽ അധികൃതർ അറിയിക്കുന്നത്. മറ്റു വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടത് എല്ലാം തന്നെയും നെടുമ്പാശ്ശേരി സജ്ജമാവുന്നതോടെ ഇവിടേക്ക് തന്നെ തിരിച്ചെത്തുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് റൺവേയുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിമാനത്താവളം സാധാരണഗതിയിലേക്ക് തന്നെ മാറിയിരിക്കുന്നു. കോസ്റ്റ് ഗാർഡ് അപകടത്തെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്തരം ഒരു ഹെലികോപ്റ്റർ പരിശീലനത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ അതിന്റെ പ്രാഥമികമായ പരിശോധനകളടക്കം പൂർത്തിയാക്കിയാണ് അത് പറക്കലിലേക്ക് ഉയരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു അപകടം എന്തുകൊണ്ട് സംഭവിച്ചു എന്നതടക്കമുള്ള പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം വലിയൊരു അപകടത്തിൽ നിന്ന് തന്നെയാണ് നെടുമ്പാശ്ശേരിയും പരിസര പ്രദേശങ്ങളും രക്ഷപ്പെട്ടത്. അത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് പുറത്തേക്കോ അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മറ്റ് വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നിടത്തേക്കോ പതിച്ചിരുന്നെങ്കിൽ വലിയ അപകടത്തിലേക്ക് മാറുമായിരുന്നു. എന്തായാലും അതൊന്നും ഇല്ലാതെ തന്നെ ഒരു അപകടം ഉണ്ടായി എന്ന് ഒഴിച്ചാൽ വലിയ രീതിയിലേക്ക് മറ്റു കാഷ്വാലിറ്റിയിലേക്കൊന്നും എത്തിയില്ല. തുടർന്ന് ഹെലികോപ്റ്റർ പതിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ വിമാനത്താവളത്തിലെ മറ്റ് സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടേക്ക് എത്തുവാനും പിന്നീട് അവിടെ നിന്ന് ഹെലികോപ്റ്റർ നീക്കം ചെയ്യാനും എല്ലാം തന്നെ സാധിക്കുകയും ചെയ്തു. ഇടുക്കി കാഞ്ചിയാറിൽ കൊല്ലപ്പെട്ട അനുമോളുടെ ഭർത്താവ് ബിജേഷ് പിടിയിൽ. കുമളിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, അറസ്റ്റ് രേഖപ്പെടുത്തിയോ? തെളിവെടുപ്പ്, ചോദ്യം ചെയ്യൽ നടപടികളിലേക്കൊക്കെ പോലീസ് കടന്നു. ധന്യ, കുമളിയിലെ ഒരു അതിർത്തി തമിഴ്നാട് അതിർത്തി ചേർന്നുള്ള വനമേഖലയിൽ നിന്നാണ് ബിജേഷിനെ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കാഞ്ചിയാറിലെ വീട്ടിൽ അനുമോളെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുറത്തിനുള്ളിൽ കൊലപ്പെടുത്തിയ ശേഷം പുറത്തിനുള്ളിൽ ഒഴിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഈ സമയത്ത് ഈ ഭർത്താവ് ബിജേഷ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇയാൾ ഇവിടുന്ന് മാറിയിരുന്നു. അതിന് മുൻപ് 2 ദിവസങ്ങൾക്ക് മുൻപ് ബിജേഷ് അനുമോളുടെ മാതാപിതാക്കൾക്കൊപ്പം കട്ടപ്പന പോലീസിലെത്തി ഈ അനുമോളെ കാണാനില്ല ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. ഇവർ വീട്ടിലെത്തിയിരുന്നെങ്കിൽ പോലും മുറിയിലേക്ക് കടക്കാതെ ഇയാൾ അനുമോൾ എവിടെയോ പോയി എന്ന് ധരിപ്പിച്ച് അവരെ മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ ബിജേഷിനെ ഇപ്പോൾ കുമളിയിൽ നിന്ന് കട്ടപ്പനയിൽ എത്തിച്ചിട്ടുണ്ട്. കട്ടപ്പന വരും ദിവസങ്ങളിൽ നാളേക്ക് തെളിവെടുപ്പും മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് കട്ടപ്പന പോലീസ് നൽകുന്ന വിവരം. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടിക്കെതിരെ കോൺഗ്രസിന്റെ രാജ്യവ്യാപക സത്യാഗ്രഹം. രാജ്ഘട്ടിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിലാണ് സത്യാഗ്രഹം ഇരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ നിശബ്ദനാക്കാൻ വേണ്ടിയാണ് അയോഗ്യനാക്കിയതെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, AICC ജനറൽ സെക്രട്ടറിമാരായ KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി,
ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരി തുടങ്ങിയ നേതാക്കളാണ് മഹാത്മാഗാന്ധി സമാധിയായ രാജ്ഘട്ടിൽ സത്യഗ്രഹമിരിക്കുന്നത്. മോദി സർക്കാരിനെതിരെ രാജ്യത്തുടനീളം ഇനിയും സത്യഗ്രഹം നടക്കുമെന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് ഖർഗെ പറഞ്ഞു. പ്രധാനമന്ത്രി ഭീരുവാണെന്നും ഇക്കാര്യം പറഞ്ഞതിന്റെ പേരിൽ തന്നെ ജയിലിലടച്ചാലും പ്രശ്നമില്ലെന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ വിമർശനം. कायर है इस देश का प्रधानमंत्री, लगा दो केस मुझ पर, लगा दो केस मुझ पर, जेल ले जाओ मुझे भी, लेकिन सच्चाई ये है कि इस देश का प्रधानमंत्री कायर है. വിഷയം നാളെ പാർലമെന്റിൽ ഉന്നയിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. അദാനി വിഷയത്തിൽ JPC അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിന് പുറമെ രാഹുലിനെ അയോഗ്യനാക്കിയത് പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ സഭ പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പ്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നാളെ പാർലമെന്റ് മാർച്ചും നിശ്ചയിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിനെതിരെ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സത്യാഗ്രഹം തുടരുകയാണ്. KPCCയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ഗാന്ധി പാർക്കിലാണ് സത്യാഗ്രഹം. BJP ജനാധിപത്യത്തെ കയ്യിലെടുത്ത് അമ്മാനമാടുകയാണെന്നും ഇതുകൊണ്ടൊന്നും കോൺഗ്രസ് തകർന്നു പോകില്ലെന്നും പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് K. സുധാകരൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി നിശബ്ദനാക്കാനാണ് ശ്രമിക്കുന്നത്. BJPക്കും മോദിക്കുമെതിരെ നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുമെന്നും എറണാകുളത്ത് സത്യാഗ്രഹം സമരം ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത കാരണം വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഇടതുപക്ഷം എന്ത് നിലപാടെടുക്കും? തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് തങ്ങൾ ഉണ്ടാകുമെന്ന് ഇടതുപക്ഷം ആവർത്തിക്കുന്നുണ്ടെങ്കിലും അയോഗ്യതയ്ക്കിടയാക്കിയ സാഹചര്യം ചർച്ചയാകുന്ന തെരഞ്ഞെടുപ്പിൽ നിലപാടെടുക്കുന്നതിൽ ഇടത് ക്യാമ്പിലും ആശയക്കുഴപ്പമുണ്ട്. രാഹുലിന് പിന്തുണ നൽകുന്നതിൽ ഐക്യപ്പെട്ട സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷ ചേരി ഇക്കാര്യത്തിൽ രണ്ടു പക്ഷത്താണ്. അയോഗ്യത റദ്ദാക്കാനാവാതെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തുമോ? ഇത്തരമൊരു സാഹചര്യമുണ്ടായാൽ ഇടതുപക്ഷം മത്സരരംഗത്തുണ്ടാവരുതെന്നാണ് കോൺഗ്രസിന്റെ ആഗ്രഹം. രാഹുലിന് ഇതുവരെ നൽകിയ പിന്തുണ ആത്മാർത്ഥമാകണമെങ്കിൽ ഇടതു സ്ഥാനാർത്ഥിയില്ലാതെ രാഹുലിന്റെ പകരക്കാരൻ ജയിക്കണമെന്ന് കോൺഗ്രസ് വാദിക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് നടന്നാൽ തങ്ങൾ മത്സരിക്കുമെന്ന് തന്നെയാണ് ഇടതു നിലപാട്. വിഷയത്തെ CPM വിശദീകരിക്കുന്നത് ഇങ്ങനെ: രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതല്ല, രാഹുൽ ഗാന്ധിയോട് BJP എടുത്തുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ നിലപാടിനെ ശക്തിയായിട്ട് എതിർക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് വ്യക്തിപരമായിട്ട് ആരെങ്കിലും പിന്തുണക്കുന്നതോ പാർട്ടിയെ പിന്തുണക്കുന്നതല്ല. പക്ഷേ രാഹുലിനല്ലെങ്കിൽ പിന്നെ ആർക്കാണ് CPM പിന്തുണ നൽകിയതെന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം. ഇതുവരെ രൂപപ്പെട്ട ഐക്യം ഇക്കാര്യത്തിലില്ല. CPM സംസ്ഥാന സെക്രട്ടറിയെ K. സുധാകരൻ പരിഹസിച്ചത് ഇങ്ങനെ: രാഹുൽ ഗാന്ധിയാണ് ഇവിടെ പ്രശ്നം. ഇവിടെ ചർച്ച രാഹുൽ ഗാന്ധിയുടെ അംഗത്വമാണ്. ഈ പിന്തുണ കൊടുത്തത് രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ പിന്നെ ആർക്കാണെന്ന് ഗോവിന്ദ മാഷ് പറയണം. അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് എന്തോ സാരമായ പ്രശ്നമുണ്ട്. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അയോഗ്യതയുള്ളതിനാൽ രാഹുലിന് പകരം മറ്റൊരു സ്ഥാനാർത്ഥി വരും. BJPയുടെ പകപോക്കൽ നിലപാട് തുറന്നു കാട്ടാൻ രാഹുലിനെ പിന്തുണച്ചത് ഉപതെരഞ്ഞെടുപ്പ് രംഗത്ത് വേണമോ എന്നതാണ് ചോദ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വയനാട്ടിൽ ഒന്നിക്കുന്നത് അണികളെ ആശയക്കുഴപ്പത്തിലാക്കുമെന്നതും ഇടത് കേന്ദ്രങ്ങളെ കുഴയ്ക്കുന്നു. അതേസമയം രാഹുലിനെ അയോഗ്യനാക്കിയ രാഷ്ട്രീയം ചർച്ചയാവുന്ന തെരഞ്ഞെടുപ്പിൽ എന്തു പറഞ്ഞ് വോട്ട് തേടുമെന്നതും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് എന്നത് ഒരു വിദൂര സാധ്യത മാത്രമാണ് എന്നതാണ് ഇക്കാര്യത്തിൽ ഇരു മുന്നണികൾക്കുമുള്ള ആശ്വാസം. ന്യൂസ് 18 തിരുവനന്തപുരം. അരിക്കൊമ്പനെ തളയ്ക്കാൻ മുന്നൊരുക്കം. അരിക്കൊമ്പൻ ദൌത്യത്തിനെതിരെ കോടതിയെ സമീപിച്ച മൃഗസ്നേഹികളുടേത് തീവ്ര നിലപാടെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. അവരോട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. ജനങ്ങൾക്കൊപ്പമാണ് സർക്കാർ. ആനയെ മയക്കുവെടി വെക്കേണ്ട സാഹചര്യമാണുള്ളത്. കാട്ടിലേക്ക് തിരിച്ചയക്കണമെങ്കിലും ആനയെ പിടിക്കണം. പിടിക്കരുത് എന്ന നിർദ്ദേശം അപ്രായോഗികമെന്നും മന്ത്രി പറഞ്ഞു. നമ്മളാരും എക്സ്ട്രീമായിട്ട് കാര്യമില്ല. ഈ അതിര് കവിഞ്ഞ ഒരു നിലപാട്. കാരണം ജന്തുക്കളുടെയും മനുഷ്യരുടെയും ആവാസ മേഖലയാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. മനുഷ്യനെ മറന്നുകൊണ്ടുള്ള വന്യജീവി സ്നേഹവും വന്യജീവിയെ മറന്നുകൊണ്ടുള്ള മനുഷ്യ സ്നേഹവും രണ്ടും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല. ആനയെ തൊടാതെ പിടിക്കാതെ എങ്ങനെയാണ് ഇതിനെ ഷിഫ്റ്റ് ചെയ്യുക? ഷിഫ്റ്റ് ചെയ്യണമല്ലോ, മാറ്റുക എന്ന് പറഞ്ഞാൽ. അത് അവിടുന്ന് 12 ദിവസം നടന്നിട്ട് ഇങ്ങോട്ട് ആനയെ പിന്നെ വയനാട്ടിലേക്കോ മലയാറ്റൂരിലേക്കോ കൊണ്ടുവരിക എന്നാണ്.
ഇടുക്കി പെരിയ കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. ജീപ്പിന് നേരെ പാഞ്ഞെടുത്ത ആന വാഹനത്തിന്റെ ചില്ല് തകർത്തു. ഇന്നലെ രാത്രി 10:30ഓടെയാണ് സംഭവം. പെരിയ കനാൽ എസ്റ്റേറ്റിന് സമീപത്ത് വെച്ച് ജീപ്പിന് നേരെ ആന പാഞ്ഞെടുക്കുകയായിരുന്നു. ചക്കക്കൊമ്പനാണ് ആക്രമണം നടത്തിയത് എന്നാണ് കരുതുന്നത്. നേരെ വന്നോണ്ടേ വണ്ടി ഫ്രണ്ട് താക്കിருச்சு. ഫ്രണ്ട് താക്കി நாங்க வண்டி ரிவர்ஸ் எடுக்கிறதுக்குள்ள அதாவே கொண்டு வந்து கீழே பள்ளத்துல இறக்கி விட்டுருச்சு வண்டியை. இறக்குண்டே வண்டியில ரொம்ப சேதப்படுத்திட்டே இருந்துச்சு. அதுல பின்னாடி சேதப்படுத்தும் போது ஃப்ரண்ட்ல 2 பேர் இறங்கிட்டோம். இறங்கி ஃப்ரண்ட்ல ஓடிட்டோம். உடனே அவரை பார்த்து ஃபாலோ பண்ணி போறோம். அப்படியே நாங்க பேக்ல டோர் லாக்கு கண்ணாடி உடச்சு நாங்க வெளியே எஸ் ஆகி இங்கிட்டு வந்துட்டோம். எங்களுக்கு பின்னாடி ஒரு 50 மீட்டർ ഫോളോ பண்ணிருச்சு. വാഹനത്തിന്റെ ഗ്ലാസിൽ ആന അടിക്കുകയും തള്ളി നീക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതോടെ പുറകിലെ സീറ്റിലിരുന്ന യാത്രക്കാർ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയോടി. ഇവരെ ആക്രമിക്കുവാനും ആന ശ്രമിച്ചു. ഈ സമയം ഡ്രൈവറും വാഹനത്തിൽ നിന്ന് ഇറങ്ങി. കുറേ ദൂരം യാത്രക്കാരെ ആന പിന്തുടർന്നു. അത്ഭുതകരമായാണ് ഇവർ രക്ഷപ്പെട്ടത്. ന്യൂസ് 18 ഇടുക്കി.